ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് PSC നടത്തിയ ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ. ഓപ്ഷൻ എ കുമാരനാശാൻ. 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ KM മുൻഷി. 3. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ അനുച്ഛേദം 338B. 4. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. 5. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ഓപ്ഷൻ സി വെല്ലൂർ കലാപം. 6. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ G ശങ്കരക്കുറുപ്പ്. 7. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി അനുച്ഛേദം 21A. 8. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം. 9. യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാരപരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം. 10. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ് സമ്പാദ് കൗമുദി. 11. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ ബി DK കാർവേ. 12. വിഷ്ണുകൃഷ്ണ ചപ്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ ബി ആണ് മറാത്തി. 13. ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി NV കൃഷ്ണവാര്യരാണ്. 14. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി റഷ്യ. 15. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ്. 16. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി ആണ് അബനീന്ദ്രനാഥ് ടാഗോർ. 17. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ ഒരു തവണയാണ്. 18. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് മൈസൂർ. 19. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. 20. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി വിശാഖപട്ടണം. 21. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി, അത് ശരിയാണ്. മെഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി, അത് തെറ്റാണ്. 3. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, അത് ശരിയാണ്. 4. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഓപ്ഷൻ സി ആണ് 1, 3, 4. 22. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പുറത്ത് ഇറക്കിയ രാജ്യം? ഓസ്ട്രേലിയയാണ്. 23. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു, ശരിയാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്, അതും ശരിയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അതും ശരിയാണ്. ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം ആണ് എന്നുള്ളതാണ് തെറ്റ്. 24. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞുപോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം. 25. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഷോളയാർ പാലക്കാട് എന്നുള്ളത് തെറ്റാണ്. 26. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആറളം. 27. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്?
ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം. 28. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ്, ഭൂപേഷ് ബാഗൽ. അത് തെറ്റാണ്. 29. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ഇറാൻ. 30. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. 31. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 3ഉം 5ഉം. 32. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധം ഇല്ലാത്തത് കണ്ടെത്തുക. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ശരിയാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. അതും ശരിയാണ്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഗുരുശിഖറാണ്. അതും ശരിയാണ്. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. അതാണ് തെറ്റ്. 33. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് വടക്കൻ സിർക്കാസ് തീരം. 34. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1, 2, 5. 35. ഇത്തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ആണ്. 36. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തത്. 37. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. അതാണ് ശരിയായത്. 38. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. 39. അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ ആണ്. 40. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് കണ്ണൂരും കാസർഗോഡും. 41. കേരളത്തിൽ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആണ്. ഓപ്ഷൻ എ 78. 42. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് അഷ്ടമുടിക്കായൽ. 43. പെരിയാർ നദിയുമായി ബന്ധം ഇല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. 44. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ്. 45. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ. 46. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് പാരീസ്. 47. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 48. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആരാണ്? ഓപ്ഷൻ എ അല്ലു അർജുൻ ആണ്. 49. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ. 50. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ആദിത്യ L1. 51. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികളാണ്. 52. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ ബി മാലിക് ആസിഡ് ആണ്. 53. താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി 2ഉം 3ഉം. 54. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു?
ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങളാണ്. 55. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ. 56. താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം നെല്ലിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി പവിത്ര, അന്നപൂർണ. 57. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം ശരി. കാൽസ്യം, ഫോസ്ഫറസ്. 58. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു. ശരിയാണ്. മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു. അതും ശരിയാണ്. വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. അതും ശരിയാണ്. മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അത് തെറ്റാണ്. 59. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ് കോഴിക്കോട്. 60. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 4 മാത്രമാണ് ശരിയല്ലാത്തത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. അത് 3ഉം ശരിയാണ്. 61. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. 62. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. സിങ്ക്, ഗലീന അല്ല. 63. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ എല്ലാ ഷെല്ലുകളുടെയും എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ ആണ് 3. 64. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗംഗ്വി ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോഫ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. 65. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാവുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. 66. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ്? ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. 67. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. 68. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1 ശരി, 4 ശരി. 69. 2023 ഓഗസ്റ്റിൽ EG 5.1 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. 70. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കേരളമാണ്. 71. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? ഓപ്ഷൻ എ ബാക്ടീരിയ. 72. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് 2, 4 മന്ത്, മലമ്പനി. 73. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഹൃദയം. 74. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് ആസാം. 75. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഡയേറിയ ബാക്ടീരിയ. 76. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമം ഇല്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അത് ശരിയാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അതും ശരിയാണ്. അണുബാധ തെറ്റാണ്. ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് 1, 2 ശരി.
77 വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, വാക്സിനുകൾ എല്ലാം കുത്തിവെപ്പിലൂടെ നൽകുന്നവയാണ്. 78 വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്, കണ്ണ്. 79 ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം ശരി. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് രണ്ടുമാണ് ശരി. 80 ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ് ആണ്. 81 കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി 5/8. 82 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം ഉണ്ടാകും? ഓപ്ഷൻ ബി 45. 83 താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ സി 121 ആണ്. 84 BDE EGH HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? ഓപ്ഷൻ ബി KMN ആണ്. 85 ഒറ്റയാനെ കണ്ടെത്തുക. 85ാമത്തെ ചോദ്യം കൺഫ്യൂഷൻ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല. 86 32 സ്ക്വയർ 1024 ആയാൽ 0.001024ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 0.032. ഓപ്ഷൻ ബി ആണ്. 87 28 ഭാജ്യസംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 6. 88 3 + 6 + 9 + etc + 180 എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 5490. 89 3 × 10 + 5 × 1 + 8/10 + 3/1000 എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 35.803. 90 എക്സിൻ്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y കാണുക. 3:8 ആണ്. 91 അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എങ്കിൽ വിജയന്റെ വയസ്സ് എത്രയാണ്? 9 വയസ്സാണ്. 92 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 246 ആണ്. 93 സൺ എന്ന വാക്കിന് RTTVMO എന്ന കോഡ് ചെയ്താൽ പെൻ എന്ന വാക്കിന് എങ്ങനെ കോഡ് ചെയ്യാം? ഓപ്ഷൻ എ ആണ്, OQDFMO. 94 1/5 + 1/5² + 1/5³ സമം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 0.248. 95 2³ × 3² 2² × 3³ എന്നീ സംഖ്യകളുടെ ലസാഗു എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 216. 96 ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/h ആണെങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? 22.5 കിലോമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ്. 97 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? ഓപ്ഷൻ ഡി ആണ്, 8 വർഷം. 98 ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 720 രൂപ എന്നിവയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6ാം ദിവസത്തെ കൂലി എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 740. 99 ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയാണ്? ഓപ്ഷൻ എ 120. 100 48 - 12 × 3 + 8 ഡിവൈഡഡ് ബൈ 10 - 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? ഓപ്ഷൻ ബി ആണ്, 5.